ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു കഥാപാത്രം ലഭിക്കുന്നത്, അതും ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ. ഷാജോൺ ചേട്ടനാണെങ്കിലും ദിലീഷ് ചേട്ടനൊക്കെ ആണെങ്കിലും എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമ ഔസേപ്പിന്റെ ഒസ്യത്ത് ഒരു ബ്രേക്ക് നൽകുമെന്ന് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്? നല്ലൊരു ക്യാരക്ടറാണ്, ഇവരുടെ ഒരു ഇളയ അനിയനായിട്ടാണ് അഭിനയിച്ചത് എന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ കാത്തിരിക്കുകയാണ് നല്ലൊരു ക്യാരക്ടറായിട്ട്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്താൽ പോലും ചിലപ്പോൾ ആരും അറിയണമെന്ന് പോലും ആരും കാണുന്ന പോലും ഇല്ല. അപ്പൊ നല്ല ആർട്ടിസ്റ്റുകളുള്ള സിനിമകൾ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ എനിക്കൊരു എന്നെ ശരത്തി ക്യാരക്ടർ വരാൻ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ദിലീഷ് ചേട്ടൻ ഷാജോൺ ചേട്ടൻ അനിയനായിട്ട് കുട്ടേട്ടന്റെ മകനായിട്ട്. എനിക്ക് അപ്പത്തിനെ കിളി പോയി. കാരണം ഏതൊരു ആർട്ടിസ്റ്റിന്റെയും സ്വപ്നമാണ് കാരണം ഇത്രയും എസ്റ്റാബ്ലിഷ് ആൾക്കാരോട് അഭിനയിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ സ്ക്രിപ്റ്റ് ഫസലാണ് സ്ക്രിപ്റ്റ് ഇരിക്കുന്നത്. ഒരു ഗംഭീര സ്ക്രിപ്റ്റ് ആണ്. പടം കണ്ടാണ് എല്ലാവർക്കും അറിയാം. ഗംഭീര സ്ക്രിപ്റ്റ് ആണ്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഡെപ്തുള്ള സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ അത് ആസ് എൻ ആർട്ടിസ്റ്റ് എന്റെ ഒരു ഭാഗ്യം, എന്റെ സ്വപ്നമായിരുന്നു, എന്റെ ഒരു ഭാഗ്യമാണ്. കാരണം നമ്മൾ ഇവിടെ അഭിനയിക്കുമ്പോൾ ഇപ്പൊ ദിലീഷേട്ടനാണെങ്കിലും ഷാജോട്ടാണെങ്കിലും കുട്ടിയേട്ടനൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് പറഞ്ഞു തരും. അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാണ്. ആർക്കും ഒരു ഈഗോയോ ഒന്നുമില്ല. സിനിമ വന്നാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സമയത്തും കുട്ടിയേട്ടനൊക്കെ എനിക്ക് ഒരു 2 മണിക്കൂർ ക്ലാസ് എടുത്തുന്നുണ്ട് പുള്ളി അഭിനയത്തെ കുറിച്ച്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലേക്ക് ഒരു വർഷം എടുക്കും അത്രയും പഠിക്കും. അത്രയും പുള്ളിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു ബന്ധം ഫോം ചെയ്താൽ പുള്ളി ശരിക്കും എത്രയും പറഞ്ഞിരുന്നു നമുക്ക്. അപ്പൊ അതൊക്കെ ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള വലിയ ഭാഗ്യമാണ്. ഇപ്പൊ പോത്തേട്ടൻ ദിലീഷേട്ടൻ പടം കണ്ടിട്ട് ഞാൻ കൊള്ളാന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ ഒരു സിനിമയിൽ ഞാൻ മോശമാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ തലവെക്കാൻ പറ്റില്ല. അപ്പൊ പോത്തേട്ടൻ നന്നായി പറയുമ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ്. എല്ലാവരും സിനിമ കൊണ്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ ഹോപ്പ്ഫുള്ളി ബ്രേക്കായി മാറട്ടെ. എല്ലാവർക്കും വേണ്ട നല്ല സിനിമകളാണ്. അപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പൊ ലീഡ് ചെയ്യാനൊന്നും ആർക്കും ആഗ്രഹമുണ്ട് എന്നല്ല, പക്ഷെ സ്റ്റിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു വളരെ വലിയ ഭാഗ്യമായിരുന്നു. അതിന് ഞാൻ ശരത്തിനോടും മൈഗോ ഫിലിംസിനോടും എഡിയോടും നന്ദി പറയുന്നു. അപ്പോൾ ഫസലിനോടും നന്ദി പറയുന്നു. ഇവരൊന്നും പിടിതരില്ല. ഒന്നും പിടിതരില്ല. ഇവരൊക്കെ ഭയങ്കര പുലികളാണ്. ഈ പോത്തേട്ടനൊക്കെ ഞാൻ ചില സീക്വൻസ് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതിനൊക്കെ പുള്ളി ഞങ്ങൾ അവരുടെ ഭയങ്കര തമാശയും ചിരിയും കളിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് ഇവർ എണീറ്റ് പോകുമ്പോൾ ഇവര് വേറെ ആളുടെ പോകുന്നത്. അപ്പൊ ഞാനോട് എനിക്ക് വലിയ ആ സമയത്ത് എനിക്ക് വലിയ ആക്ടിംഗ് ഒന്നുമില്ല. ആ സീക്വൻസ് ഒന്നും. ഞാൻ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരിക്കും. ഇവരവിടെ പോയിട്ട് വന്ന അഭിനയം ഉണ്ടാവും പോയിട്ട്. ഇവര് നമുക്കൊന്നും വിട്ടു തരുന്നില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ പഠിച്ചൊരു കാര്യം, ഇവര് അവരുടെ ക്യാരക്ടറിന് പുറത്ത് പോകാതെ എപ്പോഴും നോക്കാറുണ്ട്. പോത്തനാണെങ്കിലും ഷാജനാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടറിന്റെ ആ ഒരു ബാലൻസിന് പുറത്ത് പോകാതെ സംസാരിക്കുന്നത്. ഒരുപാട് തമാശ ഒന്നും അങ്ങനെയല്ല. ക്യാരക്ടർ നിന്നുകൊണ്ട് എപ്പോഴും അവര് പിടിച്ചു നിൽക്കും. പിന്നെ ഇവര് സിനിമയെ കുറിച്ച് എപ്പോഴും അവെയർ ആണ്. അതായത് എല്ലാ കാര്യങ്ങളെ കുറിച്ച്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറും എനിക്ക് പോത്തേട്ടൻ പല സജഷൻസ് തരും, ശരത്തും തരും. പോത്തേട്ടൻ ചെറിയ ചെറിയ ട്രിക്സ് നമുക്ക് തരും. അതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം പുള്ളി ഡയറക്ടറാണ്, പുള്ളിക്ക് വേറെ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. പുള്ളി ഒരു ആക്ടർ രണ്ടുമാണ്. അപ്പൊ നീ ഇങ്ങനെ ചെയ്യടാ, നീ അങ്ങനെ ചെയ്യടാ എന്നൊക്കെ അവർ പറയും. ചെയ്യുമ്പോൾ കൊള്ളാരെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആസ് എൻ ആക്ടർ ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്യാരക്ടറും നമ്മളെ പെർസ്പെക്റ്റീവിൽ മാത്രമാണ്, ഡയറക്ടർ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് പോകുന്നത്. കോ ആക്ടേഴ്സും കൂടെ നമുക്ക് ഇൻപുട്സ് തരുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് ശരിക്കും എൻ്റെ ഒരു ഭാഗ്യം കാണുന്നത്.